ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ പങ്കജ് ഭണ്ഡാരിക്ക് പങ്കജ് ഭണ്ഡാരി സ്മാർട്ട് ക്രിയേഷൻസിന്റെ പങ്കജ് ഭണ്ഡാരിക്ക് തിരിച്ചടി. അറസ്റ്റ് നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്ന ഹർജി തള്ളി. SITയുടെ നടപടിക്രമങ്ങളിൽ വീഴ്ചയില്ലെന്ന് ഹൈക്കോടതി. ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരിമോഹൻ, പങ്കജ് ഭണ്ഡാരിക്ക് തിരിച്ചടിയാണെന്ന് മാത്രമല്ല SITക്കും ആശ്വാസം. SITയുടെ നടപടിക്രമങ്ങളിൽ വീഴ്ചയില്ല എന്നാണ് ഹൈക്കോടതി പറയുന്നത്. ഇതുവരെയും ആർക്കും സ്വാഭാവിക ജാമ്യമല്ലാതെ ജാമ്യം കൊടുക്കാൻ ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ തയ്യാറായിട്ടില്ല എന്നതുകൂടി ശ്രദ്ധേയമാണ്, അല്ലേ ഹരി? ജസ്റ്റിസ് A ബദറുദ്ദീൻ അധ്യക്ഷനായിട്ടുള്ള സിംഗിൾ ബെഞ്ചാണ്. സാധാരണഗതിയിൽ SITക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ, നിരീക്ഷണങ്ങളൊക്കെ നടത്തി വരുന്നതാണ് സിംഗിൾ ബെഞ്ച്. പക്ഷേ പങ്കജ് ഭണ്ഡാരി ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് അംഗീകരിക്കാൻ ബെഞ്ച് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതായത് അറസ്റ്റ് നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയായിരുന്നു സ്മാർട്ട് ക്രിയേഷൻ CEO ആയിട്ടുള്ള പങ്കജ് ഭണ്ഡാരി നൽകിയത്. ആ ഹർജി തള്ളിക്കൊണ്ട് ഹൈക്കോടതി പറഞ്ഞത് SITയുടെ നടപടിക്രമങ്ങളിൽ വീഴ്ച ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് അറസ്റ്റ് മാത്രമല്ല, SITയുടെ നടപടിക്രമങ്ങൾ എല്ലാം തന്നെ നിയമവിരുദ്ധമാണ് എന്നുള്ളതായിരുന്നു പങ്കജ് ഭണ്ഡാരി പറഞ്ഞത്. അതായത് മതിയായ കാരണങ്ങളില്ലാതെയാണ് തന്നെ അറസ്റ്റ് ചെയ്തതിലുള്ള കാരണം അറിയിച്ചില്ല തുടങ്ങിയ ഒട്ടേറെ വാദങ്ങൾ പങ്കജ് ഭണ്ഡാരി മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ആ നടപടിക്രമങ്ങളെല്ലാം കൃത്യമായി തന്നെ പാലിച്ചതാണ് SIT. അതിനകത്ത് ഒരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നുള്ള നിരീക്ഷണത്തോടു കൂടിയാണ് ഹൈക്കോടതി ഇപ്പോൾ ഹർജി തള്ളിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കേസിലെ പ്രതികളുടെ അറസ്റ്റ് അനിവാര്യമാണ്. അറസ്റ്റിനുള്ള കാരണം SIT കൃത്യമായി വ്യക്തമാക്കേണ്ടതുണ്ട് എന്ന് കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് ഹൈക്കോടതി SITയോട് പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ പ്രോസിക്യൂഷനോട് ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ ആ നടപടിക്രമങ്ങളിൽ വീഴ്ച പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഹൈക്കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ടുന്ന നടപടിക്രമങ്ങളുണ്ട്. ഈ പങ്കജ് ഭണ്ഡാരിയെ ചെന്നൈയിൽ നിന്നായിരുന്നു അറസ്റ്റ് ചെയ്തിരുന്നത്. ആ അറസ്റ്റ് ചെയ്യുമ്പോൾ ആ നടപടിക്രമങ്ങൾ എല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ട് അറസ്റ്റിനുള്ള കാരണങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് അത് അറസ്റ്റ് നോട്ടീസ് അടക്കം നൽകിക്കൊണ്ടായിരുന്നു ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചത്. കൃത്യമായി സാക്ഷികളുടെ സാന്നിധ്യത്തിൽ തന്നെയായിരുന്നു പങ്കജ് ഭണ്ഡാരിയുടെയും ഗോവർദ്ധന്റെയും ഇരുവരെയും ഒരുമിച്ചായിരുന്നു അറസ്റ്റ് ചെയ്ത് ആ അറസ്റ്റ് പൂർത്തീകരിച്ചത്. അതിനുശേഷം ബാക്കി കോടതിയിൽ ഹാജരാക്കുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളിൽ ഒരു തരത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ടില്ല എന്നുള്ളത് SIT ഹൈക്കോടതി അറിയിച്ചിരുന്നു. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വാദം കേട്ട് ആ വാദങ്ങൾ കൃത്യമായി പരിശോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ പങ്കജ് ഭണ്ഡാരിയുടെ ഹർജി തള്ളിയിരിക്കുന്നത്. അരുൺ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ കേസിൽ SITയുടെ നീക്കങ്ങളെ ഹൈക്കോടതി ഇപ്പോൾ തുടർച്ചയായിട്ട് പിന്തുണയ്ക്കുന്നതും പ്രേക്ഷകർക്ക് കാണാം. മാത്രമല്ല, ഏറെ ശ്രദ്ധേയമായ കാര്യം, ഇതിൽ പ്രതികൾക്ക് ജാമ്യം കിട്ടി പുറത്തു വരുന്നത് 90 ദിവസത്തിന് ശേഷമാണ്. ഒരു പ്രതിക്കും 90 ദിവസത്തിന് മുൻപ് ജാമ്യം കിട്ടിയിട്ടില്ല. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ജയിലിൽ പാർപ്പിച്ചതിന് ശേഷം തുടർച്ചയായിട്ട് തിരിച്ചടികളാണ് പ്രതികൾക്ക് നേരിടേണ്ടി വരുന്നത്. ഇനിയിപ്പോൾ ഹരി, പങ്കജ് ഭണ്ഡാരിക്ക് 90 ദിവസം കാത്തിരിക്കുകയല്ലാതെ മറ്റു വഴിയില്ലല്ലോ. ഹരി, കേൾക്കാമെങ്കിൽ? ഹരി, ഇനിയിപ്പോൾ സ്വാഭാവിക ജാമ്യത്തിന് വേണ്ടി കാത്തിരിക്കുകയല്ലാതെ പങ്കജ് ഭണ്ഡാരിക്ക് മുന്നിൽ മറ്റു വഴിയില്ല. സ്മാർട്ട് ക്രിയേഷൻസിന്റെ CEO ആണ് പങ്കജ് ഭണ്ഡാരി. ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഇതേപോലെ സ്വർണം പൂശുകയും താഴികക്കുടങ്ങൾ കൊടുക്കുകയും കൊടിമരം സ്വർണം പൂശുകയും ഒക്കെ ചെയ്തതാണ് സ്മാർട്ട് ക്രിയേഷൻസ്. ആ സ്മാർട്ട് ക്രിയേഷൻസിന്റെ CEO പങ്കജ് ഭണ്ഡാരിക്കെതിരെ ഇപ്പോൾ നിലപാട് വന്നിരിക്കുന്നു. ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഹർജി തള്ളിയിരിക്കുകയാണ്. പങ്കജ് ഭണ്ഡാരിയുടെ ജാമ്യ ഹർജി SIT നടപടിയിൽ വീഴ്ചയില്ല എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 90 ദിവസം പൂർത്തിയാക്കുമ്പോൾ മാത്രമാണ് ഇവർക്കെല്ലാം ജാമ്യം കിട്ടുന്നത്. കാര്യം, കുറ്റപത്രം കൊടുക്കാത്ത സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യത്തിന്, സ്റ്റാറ്റ്യൂട്ടറി ജാമ്യത്തിന് അവർക്ക് അർഹതയുണ്ട്. ഹരിയാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട നീക്കമുണ്ടാവുന്നു ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന്. പങ്കജ് ഭണ്ഡാരി ജയിലിൽ തന്നെ തുടരും.